ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ബേസിക്കലി മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് മണി മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഓൾറെഡി മുൻപത്തെ വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കമ്പോണൻറ്റ്സ് ഓഫ് മണി മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് മണി മാർക്കറ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് സ്ട്രക്ചർ ഓഫ് മണി മാർക്കറ്റിൻ്റെ ആദ്യത്തെ രണ്ട് എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. മൂന്നാമത്തേതാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് കൊമേഴ്ഷ്യൽ ബിൽസ്, ട്രഷറി ബിൽസ്, കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ് ഓർ CDs, commercial paper, interbank participation certificate, money market mutual funds, repos, ADRs and GDRs. അപ്പോൾ ഇത്രയാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ മണി മാർക്കറ്റിൻ്റെ കമ്പോണൻസ് പഠിച്ചപ്പോൾ അതിനകത്ത് കൊമേഴ്ഷ്യൽ ബിൽസും ട്രഷറി ബിൽസും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിൻ്റെ വീഡിയോസിൽ ഈ രണ്ട് കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. കാരണം സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടവർ. അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് കാര്യങ്ങൾ, അതായത് കൊമേഴ്ഷ്യൽ ബിൽസും ട്രഷറി ബിൽസും അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കാണാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മണി മാർക്കറ്റ് കമ്പോണൻസിൻ്റെ വീഡിയോസിൽ ട്രഷറി ബിൽസും കൊമേഴ്ഷ്യൽ ബിൽസിനെയും പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ശ്രമിക്കാം. മൂന്നാമത്തെ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണിയും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സിനെ പറ്റിയിട്ടുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണി എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ മീനിങ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. So it is an amount borrowed or lent on demand for very short period. വളരെ ചെറിയ ഒരു പീരീഡിലേക്ക് വേണ്ടിയിട്ട് ബോറോ ചെയ്യുന്ന അല്ലെങ്കിൽ ലെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് മണീനെയാണ് കോൾ അഥവാ ഷോർട്ട് നോട്ടീസ് മണി എന്ന് നമ്മൾ പറയുന്നത്. If the maturity period is more than 1 day and up to 14 days, it is called notice money. Otherwise, the amount is known as call money. അപ്പോൾ 14 days വരെയാണ് അതിൻ്റെ മെച്ചോറിറ്റി പീരീഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് നോട്ടീസ് മണി അഥവാ കോൾ മണി എന്നുള്ളത്. ഇൻ്റർവെനിങ് ഹോളിഡേയ്സ് ആൻഡ് സൺഡേയ്സ് ആർ എക്സ്ക്ലൂഡഡ് ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ ഈ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനിടയിൽ എന്തെങ്കിലും ഹോളിഡേയ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അതേപോലെ സൺഡേയ്സും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. അതൊഴികെയുള്ള മറ്റ് ദിവസങ്ങളാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഈ 14 days കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, നോ കൊളാട്രൽ സെക്യൂരിറ്റീസ് ആർ നീഡഡ് ടു കവർ ദീസ് ട്രാൻസാക്ഷൻസ്. അതായത് ജാമ്യമായിട്ട് നമ്മൾ ഒരു സെക്യൂരിറ്റീസും നമ്മളിവിടെ വെക്കേണ്ടതായിട്ട് വരുന്നില്ല. ഈ ട്രാൻസാക്ഷൻസിൻ്റെ ഡീലിംഗ് നടത്താൻ ഒരു രീതിയിലുള്ള കൊളാട്രൽ സെക്യൂരിറ്റീസും നമുക്ക് ആവശ്യമില്ല. The interest rate paid on call loans is known as call rate. ഈ കോൾ ലോൺസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കോൾ റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, അതിനെയാണ് നമ്മളിവിടെ എന്തെന്ന് വിളിക്കുന്നത്, കോൾ റേറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി വോളറ്റൈൽ ഇൻ നേച്ചർ. അതായത് വോൾട്ടൈൽ ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളൊരു റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ. അത് അല്ലെങ്കിൽ ഓരോ ഡേയ്സിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റ്സിലും അതിൻ്റെ റേറ്റിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സ്ഥിരമായിട്ടുള്ളൊരു റേറ്റ് അല്ല ഈ കോൾ റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വാരീസ് ഫ്രം ഡേ ടു ഡേ, അവർ ടു അവർ ആൻഡ് ഈവൻ മിനിറ്റ് ടു മിനിറ്റ്. ഓക്കെ, ഈവൻ മിനിറ്റ്സിൽ വരെ ചേഞ്ചസ് വരാനുള്ള ചാൻസസ് എന്തിനുണ്ട്, ഈ കോൾ റേറ്റിന് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, banks borrow call funds for short period to meet the cash reserve ratio requirements and repay back once the requirement have been met. അതായത് ബാങ്ക്സും ചിലപ്പോൾ എന്ത് ഇൻസ്ട്രുമെൻസിനെ ആശ്രയിക്കുന്നുണ്ട്, കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ ഓർഡർ ടു മീറ്റ് ദ ക്യാഷ് റിസർവ് റേഷ്യോ റിക്വയർമെൻറ്റ്സ്. ഈ CRRൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ വൺസ് ദ മെറ്റ് ദാറ്റ് റിക്വയർമെൻറ്റ് ദേ റീപേ ബാക്ക് ദ എമൗണ്ട്. ആ എമൗണ്ട് അവർ റീപേ ചെയ്യും. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക്സിനൊക്കെ ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് CRRൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ആ എമൗണ്ടിൻ്റെ ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ കോൾ ആൻഡ് നോട്ടീസ് മണീനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം അവരുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തതിന് ശേഷം അവർ ആ എമൗണ്ട് റീപേ ചെയ്യും എന്നാണ് പറയുന്നത്.
Next point, sometimes individuals of very high financial standing may borrow money for a short period to meet their business financial needs. അതായത് ചിലപ്പോൾ വലിയ വലിയ സ്ഥാപനങ്ങൾക്കൊക്കെയും അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്മെൻസിനൊക്കെ എന്ത് വരുന്നുണ്ട്, ചില സമയത്ത് ചിലപ്പോൾ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെയൊക്കെ എമൗണ്ടിൻ്റെയൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ഷോർട്ട് പീരീഡിലേക്കുള്ള ഫിനാൻഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടും അവരെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണി എന്നുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് എന്ത് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണീനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് നോൺ ആസ് CDs, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് നമുക്ക് നോക്കാം. It is a negotiable money market instrument and issued in dematerialized form or as a usance promissory note for funds deposited at a bank or eligible financial institution for a specified time period. അപ്പം ഈ CDs എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഒരു നെഗോഷ്യബിൾ ആയിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ പ്രൊമിസറി നോട്ട്സ് ഒക്കെ പോലെയുള്ള ഒരു നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് CDs എന്ന് പറയുന്നത്, അഥവാ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഫോർ ഫണ്ട്സ് ഡെപ്പോസിറ്റഡ് അറ്റ് എ ബാങ്ക്, ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഫണ്ട്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ. അപ്പോൾ നമ്മൾ ഒരു ഫിനാൻഷ്യൽ സർവീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പല രീതിയിലും അതിൻ്റെ എലിജിബിലിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക റീഫണ്ട് ചെയ്യാനുള്ള എബിലിറ്റീനൊക്കെ പറ്റിയിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽസിനാവട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാവട്ടെ മറ്റ് ബിസിനസ്സിനൊക്കെ നമ്മൾ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബാങ്ക്സിനും ഒരു സ്പെസിഫൈഡ് പീരീഡിലേക്ക് വേണ്ടിയിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. And it is the next lowest risk category investment option after T-bills. Treasury bills നമുക്കറിയാം ഒരു തരത്തിൽ ലോവസ്റ്റ് ആയിട്ടുള്ള റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് അല്ലെങ്കിൽ ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് T-bills എന്ന് പറയുന്നത്, അഥവാ ട്രഷറി ബിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഉള്ള നെക്സ്റ്റ് ലോവസ്റ്റ് റിസ്ക് കാറ്റഗറി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് എന്തെന്ന് പറയുന്നത്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഷ്യൂസ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. നോർമലി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്ക്സും ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. Minimum amount of a CD should be ₹1 lakh and in multiples of ₹1 lakh thereafter. അതായത് മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh ആണ്. പിന്നീട് അതിൽ കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 1 lakhൻ്റെ മൾട്ടിപ്പിൾസിലായിരിക്കണം അതിൻ്റെ എമൗണ്ട്സ് വരേണ്ടത്. ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ടു ഇൻഡിവിജ്വൽസ്, കോർപ്പറേഷൻസ്, കമ്പനീസ്, ട്രസ്റ്റ്, ഫണ്ട്സ്, അസോസിയേഷൻ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽസിനും ബിസിനസ്സിനും കോർപ്പറേഷൻസിനും മറ്റ് കമ്പനീസിനും ട്രസ്റ്റിനും ഒക്കെ നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും? അവർക്കൊക്കെയും നമുക്ക് CDs ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. Okay, next point, CDs are virtually riskless in terms of default of payment of interest and the principal sum. അതായത് പ്രിൻസിപ്പൽ സമ്മിൻ്റെ പേയ്മെൻറ്റ് റീപേയ്മെൻറ്റിൻ്റെ കേസിലും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിൻ്റെ പേയ്മെൻറ്റിൻ്റെ കേസിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീഫോൾട്ടായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റിസ്ക് ഒക്കെ ഇവിടെ നമുക്ക് കുറവാണ് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഓക്കെ, കാരണം നമ്മൾ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്കാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, CDs ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി കുറവാണ്. Next point, it is usually issued at face value and there is no specific issue procedure for CDs. അതായത് ഫേസ് വാല്യൂവിലാണ് ഇതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് റിസ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസോ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സോ ഒന്നും ഇതിൻ്റെ ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നില്ല. Because of their marketability and liquidity, banks can issue CDs at a rate which is lower than the rate for deposits of similar maturity. അതായത് അതിൻ്റെ മാർക്കറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയും ഒക്കെ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ സെയിം മെച്ചോറിറ്റി പീരീഡിൽ വരുന്ന മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഡെപ്പോസിറ്റ്സിനൊക്കെയുള്ള റേറ്റിനേക്കാളും
കുറവ് റേറ്റ് ആണ് എന്തിന് വരുന്നുള്ളൂ, സി ഡിസിന് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാങ്ക്സിന് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു മെച്ചോറിറ്റി പീരീഡിൽ വരുന്ന മറ്റ് ഡെപ്പോസിറ്റ്സിനേക്കാളും റേറ്റ് കുറവിൽ എന്ത് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും, സി ഡിസ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറിറ്റ്സ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ് ആണ്. എന്തൊക്കെയാണ് സി ഡിസിൻ്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്? ഫസ്റ്റ് പോയിന്റ് ഇസ് ഇറ്റ് ഈസ് മോസ്റ്റ് കൺവീനിയൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, സി ഡിസ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ നമ്മൾ പറഞ്ഞു നമുക്ക് അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണ്, പ്രൊസീജിയേഴ്സ് കുറവാണ്, ലോവസ്റ്റ് റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാങ്ക്സിനായാലും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനായാലും പെട്ടെന്ന് തന്നെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഫോർമാലിറ്റീസ് ഇല്ലാതെ തന്നെ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സി ഡിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് enables the depositors to invest their surplus fund for a high return. അതായത് അവരുടെ ഓരോ ഇൻവെസ്റ്റേഴ്സിനും അല്ലെങ്കിൽ ഓരോ ഡെപ്പോസിറ്റേഴ്സിനും അവരുടെ സർപ്ലസ് ആയിട്ടുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവരെ എൻകറേജ് ചെയ്യുന്ന ഒരു സോഴ്സാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് സി ഡിസ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, അതിൽ നിന്ന് അവർക്ക് ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ ബൈ എൻഡോഴ്സ്മെൻറ്റ്. ഒരു എൻഡോഴ്സ്മെൻറ്റിലൂടെ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈസിലി അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, ദ ഹോൾഡർ ക്യാൻ റീസെൽ ദ സർട്ടിഫിക്കറ്റ് ടു അനദർ സോ ഇറ്റ് ഓഫേഴ്സ് ലിക്വിഡിറ്റി. അതായത് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു സി ഡി ഹോൾഡ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അതെന്ത് ചെയ്യാനായിട്ട് പറ്റും, അതിൻ്റെ സി ഡീസ് ഹോൾഡ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് അത് റീസെൽ ചെയ്ത് അതിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇതിന് ലിക്വിഡിറ്റി ഓഫർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പറയുന്നത്. Next point, it enables the banks to raise funds in times of need, so it can improve its lending capacity. അതായത് എപ്പോഴാണോ ബാങ്ക്സിന് ആവശ്യമായിട്ട് വരുന്നത്, ഫണ്ട് റേസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത്, ആ സമയത്ത് ഇത് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അവരുടെ ലെൻഡിങ് കപ്പാസിറ്റി കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ റിസ്ക് ലെസ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ടി ബിൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടി ബിൽസിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് റിസ്ക് കുറവുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, സി ഡിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് ലെസ് ആയിട്ടുള്ള ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമുക്ക് എന്തിനെ കൺസിഡർ ചെയ്യാം, സി ഡിസിനെ കൺസിഡർ ചെയ്യാം. Next point, the rate of interest on CD is more attractive than on bank deposits. നമ്മൾ ഓൾറെഡി മീനിങ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സിൻ്റെ മെച്ചൂരിറ്റി പീരീഡിൽ വരുന്ന മറ്റ് ഡെപ്പോസിറ്റ്സിനേക്കാളും കുറവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സി ഡിസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ബാങ്ക് ഡെപ്പോസിറ്റ്സ് പോലെയുള്ള കാര്യങ്ങളെക്കാളും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എവിടെ വരുന്നുണ്ട്, സി ഡിസിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ബാങ്ക്സ് ക്യാൻ ഇൻവെസ്റ്റ് ദി സം ഇൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് അറ്റ് അട്രാക്റ്റീവ് റേറ്റ്. അതായത് ബാങ്ക്സിന് അവരുടെ സർപ്ലസ് ആയിട്ടുള്ള ഫണ്ട്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സിൽ അട്രാക്റ്റീവ് റേറ്റ്സിൽ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മണി മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റും അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബിൽസിനെ പറ്റിയും ട്രഷറി ബിൽസിനെ പറ്റിയിട്ടും ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബില്ലാണ്, രണ്ടാമത്തേത് ട്രഷറി ബില്ലാണ്, തേർഡ് വൺ സ്കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണി ആൻഡ് ഫോർത്ത് വൺ ഈസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്. ഓക്കെ, ഇനിയും നമുക്ക് വേറെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, അത് നെക്സ്റ്റ് വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാം കൂടി ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തായി പോകുന്നത് കൊണ്ടാണ് ഇത് ഷോർട്ട് ചെയ്തത്. സോ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, താങ്ക് യു.